ജീവിക്കും നിശ്ചയം ജീവിക്കും നിശ്ചയം. യേശുവേ രക്ഷാദായക നിന്റെ സന്നിധി വരുന്നു. അവന്റെ ഇഷ്ടം പോലെ കൂടപ്പുറപ്പേ നിന്നെ പണിയുവാനിടയായി. അവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു പാത്രമാക്കി ഒരു ഉപകരണമാക്കി നിന്നെ തൂക്കുവാനാകും. Thank you, Jesus. Thank you. Thank you, thank you, thank you, Jesus. Yes. Yes, Lord. Yes,
Yes, Lord. Thank you, Jesus. Thank you, Master. Thank you, Master. സങ്കീർത്തനങ്ങൾ 71-23 വാക്യം. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാണനിൽ വെളിപ്പെടേണ്ട ആനന്ദം, ഈ വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ പ്രശ്ന കലുഷിതമായ സാഹചര്യങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോഴും ഒരു ദൈവ പൈതലിന് ദൈവത്തെ ആരാധിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. അവൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നതിനാൽ അവൻ്റെ ഹൃദയവും അധരവും അവനെ വീണ്ടെടുത്ത കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും തുടിച്ചുകൊണ്ടിരിക്കും. അവനൊന്നറിയാം, ഞാൻ ദൈവത്തിന് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും പ്രാണനും ഘോഷിച്ചാനന്ദിക്കുവാൻ ഇടയാകും. ആരാധനയിൽ കൂടി തൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന നെടുവീർപ്പുകൾ നീങ്ങിപ്പോകുന്നതിൻ്റെ ഫലമായി തൻ്റെ പ്രാണനിൽ ഒരു ആനന്ദം വ്യാപരിക്കുവാൻ ഇടയാകും. പ്രതികൂലങ്ങൾക്കൊട്ടും കുറവില്ലാത്തവനാണ് വീണ്ടെടുക്കപ്പെട്ട ഏതൊരു ദൈവ പൈതലും. എന്നാൽ തൻ്റെ പ്രാണനെ മരണത്താഴ്വരയിൽ നിന്ന് വീണ്ടെടുത്ത രക്ഷാനായകൻ തൻ്റെ ദയയും കൃപയും തൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തൻ്റെ ഭാരങ്ങൾ വഹിക്കും എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നവനായതുകൊണ്ട് തൻ്റെ വീണ്ടെടുപ്പുകാരനിൽ തനിക്കൊരു പ്രത്യാശയും ധൈര്യവും ഉണ്ട്. ഏതൊരാപത്തിലും തന്നെ അവൻ കൈവിടുകയില്ല. തൻ്റെ വിടുതൽ വൈകുന്നുവെങ്കിൽ കൂടിയും തൻ്റെ പ്രത്യാശ താൻ വിട്ടുകളയുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുന്നതിൽ താൻ പിശുക്ക് കാണിക്കുകയില്ല. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആരാധിക്കുന്നതിൽ താൻ ക്ഷീണിക്കത്തില്ല. തൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരു വിടുതൽ ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു എന്ന സത്യം, എനിക്കൊരു ഉടയവൻ സ്വർഗത്തിലുണ്ട് എന്ന ഒരു തിരിച്ചറിവ്, അവൻ എന്നെ അറിയുന്നു എന്നുള്ള ആ തിരിച്ചറിഞ്ഞ രുചിച്ചറിഞ്ഞ ആ അനുഭവം അവന് ദൈവത്തെ സ്തുതിക്കുവാൻ പര്യാപ്തമായ വിഷയങ്ങളാണ്. പ്രിയരെ, ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം അത്ഭുതകരമാണ്. അത്ഭുതകരമായ സ്നേഹം അനർഗളമായ സ്തുതിയുടെ ഘോഷത്തെ ആവശ്യപ്പെടുന്നു എന്ന് ഉള്ളുകൊണ്ട് അറിയുന്നവനാണ് അധരങ്ങൾ തുറന്ന് തൻ്റെ അധരങ്ങൾ കൊണ്ട് ഉച്ചത്തിൽ സ്തുതിയെ ഉയർത്തുന്നത്. വീണ്ടെടുക്കപ്പെട്ടവൻ്റെ അധരം വീണ്ടെടുപ്പുകാരനെ സ്തുതിക്കുവാൻ ചലിപ്പിക്കുന്നില്ലെങ്കിൽ അത് എത്രയോ വലിയ നന്ദികേടായിരിക്കും. നന്ദിയുള്ള ഹൃദയമുള്ളവർക്ക് അവരുടെ അധരം കൊണ്ട് സ്തുതിഗീതം പാടുവാൻ കഴിയുകയുള്ളൂ. ഹൃദയം വീണ്ടെടുപ്പ് മൂലമുള്ള നന്ദിയാൽ നിറയട്ടെ. അധരങ്ങൾ ദൈവത്തിനായി ചലിക്കട്ടെ. നമ്മുടെ അന്തരീക്ഷം സ്തുതിയുടെ ശബ്ദത്താൽ നിറയട്ടെ. നമ്മുടെ പ്രാണനിൽ ആനന്ദം നിറഞ്ഞു കവിയട്ടെ. നമ്മുടെ സ്തുതി ഉയർത്തപ്പെടുവാനുള്ള വിഷയങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയും നമ്മോടുള്ള സ്നേഹവുമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. പുരാതന കാലം മുതൽ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന വിശ്വസ്തതയാണത്. ആ വിശ്വസ്തത ദൈവം നമ്മോടും കാണിച്ചിരിക്കുന്നു എന്ന് മീഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. പലപ്പോഴും നാം ദൈവത്തോട് മത്സരിച്ചപ്പോഴും നമ്മുടെ സ്വഭാവം കൊണ്ട് ദൈവത്തെ നാം മുഷിപ്പിച്ചപ്പോഴും ദൈവം തൻ്റെ വിശ്വസ്തതയും സ്നേഹവും നമ്മിൽ നിന്നും പിൻവലിച്ചില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവൻ നമ്മെ താഴ്ത്തുമെങ്കിലും തക്ക സമയത്ത് ഉയർത്തുന്നവനുമാണ് എന്നറിഞ്ഞ് പ്രിയരെ, ജീവിതത്തിലെ ഏത് താഴ്ചകളുടെയും വീഴ്ചകളുടെയും നടുവിലും ഉള്ളം തുറന്ന് ആരാധിക്കുവാനും സ്തുതി പാടുവാനും നാം ഒട്ടും മടിക്കരുത്. ആരാധന അർപ്പിക്കുന്നവൻ്റെ പ്രാണനിൽ ഒരു ആനന്ദം വ്യാപരിക്കും എന്നുള്ളതിനാൽ തന്നെ ആരാധിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ മുഴുവനും കഷ്ടതയുടെ നടുവിലും ദൈവത്തെ പാടി ആരാധിക്കുവാനും സ്തുതിക്കുവാനും താല്പര്യപ്പെട്ടുകൊള്ളുക. നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും നമ്മുടെ ഹൃദയത്തിലെ സങ്കടങ്ങളും ഇറക്കി വയ്ക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥാനം പ്രിയരെ ദൈവത്തിൻ്റെ സന്നിധാനമാണ്, ദൈവസന്നിധിയാണ്. മറ്റൊരിടത്തും നമുക്കത് ഇറക്കി വയ്ക്കുവാൻ കഴിയുകയില്ല. അത് സ്വീകരിക്കുന്നത് നമ്മുടെ ദൈവം മാത്രമാണ്. മനുഷ്യർ ഭാരത്തിൻ്റെ മേൽ ഭാരം കൂട്ടുന്നവരാണ്. എന്നാൽ നമ്മുടെ ഭാരവും സങ്കടവും ഏറ്റെടുക്കുന്നത്
നമ്മുടെ കർത്താവാണ്. നാം അവൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ അവൻ്റെ മുൻപാകെ ഇറക്കി വെച്ചിട്ട് ആത്മാർത്ഥതയോടെ ആരാധിക്കുമ്പോൾ, ആത്മാർത്ഥതയോടെ സ്തുതി പാടുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ഭാരങ്ങൾ മാറുകയും അതിന് പകരം നമുക്ക് ആനന്ദം ലഭിക്കുകയും ചെയ്യും. കൊടുപ്പുറപ്പുകളെ, വീണ്ടെടുക്കപ്പെട്ടവൻ്റെ ആരാധന ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആരാധനയ്ക്ക് വിളിക്കപ്പെട്ടവൻ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്ന് മാത്രമല്ല, ആരാധകന്റെ പ്രാണനിൽ ആനന്ദം വ്യാപരിക്കുകയും ചെയ്യും. പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ട് എന്നത് പ്രിയരെ ആരാധന ഉപേക്ഷിക്കുവാനുള്ള കാരണമേ അല്ല. പ്രശ്നങ്ങളുടെയും ശത്രുഭീഷണികളുടെയും നടുവിലും ദൈവഭയത്താൽ ആരാധനയ്ക്ക് സമയം ചെലവഴിച്ചാൽ ആരാധിക്കുന്നവൻ്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നാം ആരാധനയ്ക്കായി ഉണർത്തപ്പെടും. പ്രിയരെ, നാം ആരാധനയ്ക്കായി ആത്മാവിനാൽ ഉണർത്തപ്പെട്ടാൽ ദൈവം നമുക്ക് വേണ്ടി ഉണരും. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. അത് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. പണ്ട് മാത്രമല്ല ദൈവം അത് ചെയ്തിരിക്കുന്നത്, ഇന്നും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകയാൽ എൻ്റെ ജീവിതത്തിൽ അതിന് ഞാൻ അവസരമൊരുക്കും, അതിനിടയാകും എന്നുള്ള ബോധ്യത്തോടെ വേണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന അവസരത്തിനായി സ്തോത്രം. ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവേ, കഷ്ടത്തിൻ്റെ നടുവിലുള്ളവരുണ്ട്. രോഗത്തിൻ്റെ നടുവിൽ, ഭാരങ്ങളുടെ വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെ നടുവിൽ, നെടുവീർപ്പുകളുടെ നടുവിൽ, അസമാധാനത്തിൻ്റെ നടുവിൽ കഴിയുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും കർത്താവേ, ആ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, കഷ്ടതകളൊന്നും ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നതിനും ആരാധിക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങളല്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ നടുവിലും ദൈവത്തിന് സ്തുതി പാടുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, അതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ പ്രസാദം അവരുടെ ഉള്ളത്തിൽ വ്യാപരിക്കാൻ, അവരുടെ പ്രാണനിൽ ആനന്ദം വ്യാപരിക്കുവാൻ ഇടയാക്കുമാറാകണമേ. ഇന്ന് പകലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലിയ കൃപയും ശക്തിയും പകർന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. കർത്താവ് ഇത് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. Yes.